ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു നല്ല ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് കാണാൻ, വചനം പഠിക്കാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നെന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം കർത്താവിൻ്റെ വചനം ചിന്തിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വാക്യം വായിക്കാനായിട്ട് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വചനം. അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പൊ യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, എൻ്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പെൻഡിങ് ഉണ്ടാകാൻ പാടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അതുപോലെ നമ്മുടെ ആഹാരം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതായി മാറണം ഈ നാളുകളിൽ. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നവരാണ്. കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കഴിക്കണം. കഴിക്കാതിരുന്നല്ല പ്രശ്നം. ഹല്ലേലൂയ. എല്ലാ സമയത്തിനും നമ്മൾ കഴിക്കണം. എന്നാൽ നമ്മുടെ ആഹാരത്തെ പോലെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുക എന്നുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അതിൻ്റെ 7. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ബൈബിൾ വായിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത മാറാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഒടുവിൽ പ്രാർത്ഥിക്കാം. മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. എല്ലാറ്റിനുമായി ഞാൻ ഒടുവിൽ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു പറയുകയാണ്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. നമ്മളെപ്പറ്റി എല്ലാവരെക്കുറിച്ചും ഇഷ്ടങ്ങൾ താൻ അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട അസൈൻമെൻറ്റുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് ഞാൻ എല്ലാ ഇടങ്ങളിലും അത് പറയാറില്ല. കാരണം പലർക്കും ഇത് പറയുമ്പോൾ വിശ്വാസം വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സ്വർഗത്തിലോട്ടൊക്കെ പോയെന്ന് പറയുമ്പോൾ എങ്ങനെയാ പോയത്, ഏത് വഴിയാണ് പോയത്, ജീവനോടാണോ പോയത്, ആത്മാവിലാണോ പോയത്, അപ്പോൾ കൈ എങ്ങനായിരുന്നു, കാലെങ്ങനായിരുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ സ്വർഗീയ അനുഭവങ്ങൾ പറയാൻ മടിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നാലേ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളോട് ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആത്മാവിൽ, പൗലൂസ് പറയുന്നു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പൗലൂസ് പറയുന്നുണ്ട്. ശരീരത്തോടു കൂടിയോ അല്ലാതെയോ എന്ന് പൗലൂസ് പറയുകയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്വർഗതലങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. അതിപ്പോൾ ശരീരത്തോടു കൂടിയാണോ അല്ലാതെയാണോ ഞാൻ പോയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ശരീരം ഉറപ്പായിട്ട് ഭൂമിയിലുണ്ടായിരുന്നു. ഞാൻ ശരീരത്തോടല്ല പോയത്, എൻ്റെ ആത്മാവിൽ പോയതാണെന്നാണ് 90% ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വർഗതലങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു സ്ഥലത്തോട്ട് ഞാൻ എത്തിച്ചേർന്നു. ഒരു സ്വർഗം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വലിപ്പമോ ഈ ഭൂമിയുടെ അത്ര വലിപ്പമോ ഒന്നല്ല. എനിക്കറിയില്ല, 1000 ഭൂമിയൊക്കെ ചേർത്ത് വെച്ചാൽ സ്വർഗമാകുമോ എന്ന് സംശയമാണ്. ഹല്ലേലൂയ. അങ്ങനാണത്. നമുക്കങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഈ ഭൂമി പോലും ശരിക്കും കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ അങ്ങനെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുള്ള ആളല്ലേ. തിരുവനന്തപുരം മാത്രമേ എനിക്കറിയാവൂ. സത്യമായിട്ട് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഈ ഭൂമിയിൽ എന്തുമാത്രം സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഒരു ആയുസ് കൊണ്ട് മനുഷ്യൻ ഭൂമിയിലെ സ്ഥലം കണ്ടു തീരത്തില്ല. അപ്പോൾ ഒരു 1000 ഭൂമി ചേർത്ത് വെച്ച സ്വർഗം എന്നേലും കണ്ടാൽ തീരുമോ? നിത്യതയിൽ കാണാം, ഓക്കെ ശരി. അപ്പോൾ അങ്ങനെ സ്വർഗത്തിലെ ഒരു സ്ഥലത്തേക്ക് ആത്മാവിൽ ഞാൻ എടുക്കപ്പെട്ടു. ആ സമയത്ത് അവിടെ ഒരു കൗൺസിൽ കൂടുന്ന പോലെ, ഒരു മീറ്റിംഗ് കൂടുന്ന പോലെ ഒന്ന് നടക്കുമായിരുന്നു. വലിയ ഒരു ഡൈനിങ് ടേബിളെന്നോ, ഞാനൊരു ടേബിള് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ സാദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതിൽ ഇരമ്യാവ് കാണുന്ന പോലെ സിംഹത്തോട് സദൃശ്യം
മനുഷ്യനോട് സദൃശ്യം, കഴുകിനോട് സദൃശ്യം, 4-ാം ജീവി ഇങ്ങനെ, 6-ാം ജീവി ഇങ്ങനെ, ഇങ്ങനെ സദൃശ്യം മാത്രമേ പറയാൻ പറ്റൂ. അതങ്ങനാണ് ഇങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എർത്തിലുള്ള ഒന്നുമായിട്ട് സ്വർഗത്തിലുള്ളതിനെ നമുക്ക് അതാണെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കമ്പാരിസൺ അത്രയൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഒരു വലിയ ഡൈനിങ് ടേബിൾ പോലെ അതിൻ്റെ ഒരറ്റം എനിക്ക് കാണാം, മറ്റേ അറ്റം കാണുന്നില്ല. സോ അത്രയും വലുതാണ് ആ റൂം എന്ന് പറയുന്നത്, അത്രയും വലുതാണ്. അതെല്ലാം ആ മുറി വന്നിട്ട് ഒരു ഗോൾഡൻ കളറിലാണ്, മുഴുവനും ഗ്ലിറ്റർ ഗോൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിരിക്കുവാണ്, ഒരു മിറർ പോലെ, ഒരു മിറർ ഫിനിഷിൽ, അത്രയും വളരെ മനോഹരം. അവിടെ ഓരോ ചെയർ പോലെ കാണുന്ന ഓരോ ഭാഗങ്ങളിൽ അതിന് ചുറ്റിലുമായിട്ട് ദൂതന്മാർ അല്ലെങ്കിൽ ഒരു അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഏഞ്ചൽസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവരെ മുന്നിലെല്ലാം കെട്ടുകണക്കിന് പേപ്പർ പോലെ എന്തോ അല്ലെങ്കിൽ ചുരുളുകൾ പോലെ എന്തോ ഇരിക്കുവാണ്. ഈ പഴയ ടൈപ്പ് ഒരു പേന ഉണ്ട്, നമുക്കറിയാം, ഈ തൂവൽ പോലെയൊക്കെ ഏതാണ്ടിരിക്കും. അതിനെ കണ്ടാൽ മഷി മുക്കി എഴുതുന്ന ടൈപ്പ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പഴയ കാലത്തുള്ളതാണ്. അതുപോലെ ഏതാണ്ട് ഒരു പെൻ, അത് പെന്നാണെന്ന് പറയാൻ പറ്റില്ല, എന്തോ എഴുതുന്ന ഒന്ന്, അതെടുത്ത് എന്തൊക്കെയോ അവർ വളരെ വേഗം ഈ മഷിയിൽ മുക്കി എഴുതുന്ന പോലെ അവരിങ്ങനെ എഴുതുവാണ്. എഴുതി ഒരു സൈഡിലേക്ക് അവർ ഈ എഴുതുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ അത് പേപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും അത് ഗോൾഡൻ കളറിലുള്ള എന്തോ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക കളറിൽ ഒരു കട്ടിയുള്ള ഒരു കടലാസ് പോലെ അല്ലെങ്കിൽ ഒരു ചുരുൾ പോലെ എന്തോ, അങ്ങനെയൊക്കെ പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ. അതുപോലെ അവർ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ്, ഇവരെന്തായി എഴുതി പിടിപ്പിക്കുന്നതെന്ന് അറിയണമല്ലോ. ആകാംക്ഷയോടെ എത്തി നോക്കുവാണ് ഈ പേപ്പറിലോട്ട്. എല്ലാവരും എഴുതി ഞാൻ ഈ പേപ്പറിലോട്ട് എത്തി നോക്കുവാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. എൻ്റെ കർത്താവേ, ഇത് ഏത് ലിപി? ഞാൻ അതിശയിച്ച് നോക്കുകയാണ്. ഭൂമിയിൽ ഇങ്ങനെ ഒരു ലിപി കണ്ടിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്ക് എല്ലാ ലിപിയും അറിയാവുന്ന. അറിയത്തൊന്നുമില്ല. ഞാൻ പറയുവാണ്, കുറച്ച് ഭാഷകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചൈനീസും അല്ല, അറബിയും അല്ല, കന്നഡയും അല്ല, തമിഴും അല്ല എഴുതുന്നത്. എന്തൊരു ലാംഗ്വേജ് ആയി എഴുതുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. അപ്പോൾ യേശു അടുക്കലേക്ക് വന്നു. അത് കർത്താവാണെന്ന് നമുക്ക് ആത്മാവിൽ മനസ്സിലാവും, അത്രേ പറ്റത്തുള്ളൂ സ്വർഗത്തിൽ പോയി നിൽക്കുമ്പോൾ. കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ മുഴുവൻ ഭയപ്പെട്ടിട്ടായിരിക്കും നിൽക്കുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അത്, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ കർത്താവ് വന്നിട്ട് അതിൽ നിന്നും ഒരു പേപ്പർ എടുത്തു. ആ അടുക്കി വെച്ചിരുന്നതിനകത്തുനിന്ന് ഒരു പേപ്പർ, ഒരു ചുരുള് പോലെ ഒരു സംഭവം, അത് ചുരുട്ടി വെച്ചിട്ടില്ല, നിവർത്തിയാണ് ഇരിക്കുന്നത്. അതിനെ എടുത്തിട്ട് കുറേ കാര്യങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെന്ന് പറയുന്നത് ദൈവം എന്നെ ഈ ഭൂമിയിൽ ചെയ്യാൻ ഏൽപ്പിച്ച കുറച്ച് അസൈൻമെൻറ്റുകളായിരുന്നു. നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന കാര്യം ചെയ്യണം, അവിടെ ഇന്നത് ചെയ്യണം, ഇതാണ് ഈ വായിച്ചു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പേപ്പറിലെല്ലാം എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്? നിങ്ങളും ഞാനും അല്ലേ, ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ല, കാരണം വിശ്വസിക്കാൻ നമുക്കങ്ങ് പറ്റത്തില്ല പലപ്പോഴും. അതാണ് കുഴപ്പം. എനിക്കത് വിശ്വസിക്കാൻ കുറേ കാലം വേണ്ടി വന്നു, ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടോ എന്നുള്ളത്. ഇത് പറയാനും വലിയ പേടിയാണ്, കാരണം ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോ, ഈ അമൃതയ്ക്ക് ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എന്ത് പറ്റിയാണാവോ എന്നേ എല്ലാവരും പറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത് എന്തായിരുന്നു? ദൈവം എന്നെ ഏൽപ്പിക്കാൻ ഉള്ള ഒരു അസൈൻമെന്റ് അല്ലേ, അത് ഒറ്റ പേപ്പർ, അങ്ങനെയുള്ള കെട്ടുകണക്കിന് പേപ്പർ ഓരോ ദൂതന്റെയും കയ്യിലുണ്ട്. മനസ്സിലാവുന്നുണ്ട്? കെട്ടുകണക്കിന്, എനിക്കറിയത്തില്ല അതിന്റെ വലിപ്പം, ഇങ്ങനെ അടുക്കി നല്ലപോലെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓർത്ത്, കർത്താവ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓരോരുത്തർക്കും, ഇതെല്ലാം കൂടി എന്ന് ചെയ്ത് തീർക്കും? നമ്മളാണെങ്കിൽ ആ ഒരു പേപ്പറിൽ, ഈ പുസ്തകത്തിന്റെ ചുരുളിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതുപോലും നമുക്കൊരു ഐഡിയ ഇല്ല, പലർക്കും ഇല്ല. ദൈവം എന്നെ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചാക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ പുസ്തക ചുരുൾ, എനിക്ക് വേണ്ടി എഴുതിയ ചില റോളുകൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഞാൻ ചെയ്യേണ്ട എന്തെല്ലാം പദ്ധതികളാണ് ദൈവം എഴുതി ചേർത്തിരിക്കുന്നത് അറിയാമോ? അറിയണം. ഹല്ലേലൂയ. അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നെ ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിച്ച ആ ചുരുളിലെ കാര്യങ്ങൾ ദൈവം എന്നെ വായിച്ചു കേൾപ്പിച്ചു. അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് കുറച്ച് കാര്യങ്ങൾ അതിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവ് എല്ലാം വെളിപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടില്ല. മിനിസ്ട്രിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഞാൻ എവിടാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകേണ്ടത്, എന്താണ് നീ വരുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ടത്,
അങ്ങനെ പിന്നെ ചില ഭരണഘടനയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ അതുപോലെ നിങ്ങളെക്കുറിച്ച് എഴുതിയതുണ്ട്. അതെല്ലാം നിങ്ങളെ അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാർ, നിങ്ങൾക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാർ അതെല്ലാം ഇപ്പോൾ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാവും. ഹല്ലേലൂയ. ലോകസ്ഥാനപതനത്തിനു മുമ്പേ ദൈവം കണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും അന്നേ എല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞു എന്ന്. അങ്ങനെയൊന്നുമല്ല. ഹല്ലേലൂയ. ഇപ്പോഴും ദൈവദൂതന്മാർ സ്വർഗത്തിൽ ബിസിയാണ്. എപ്പോഴും അവർ ആക്റ്റീവാണ്. എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ അതെല്ലാം വായിച്ചു കേൾപ്പിച്ചു. ഞാൻ തിരികെ ഭൂമിയിലേക്ക് വന്നു. പിന്നെയാണ് എനിക്കത് കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ എവിടാ പോയത്? സ്വർഗത്തിലെ ഒരു കൗൺസിൽ അല്ലെങ്കിൽ അവിടെ ഒരു സഭയിലാണ് ഞാൻ പോയി നിന്നതും അവിടെയുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാൻ ഉണ്ട്. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചത് എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ്. അപ്പോൾ പലർക്കും അറിയത്തില്ല, കർത്താവെ എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്താ അടുത്ത സ്റ്റെപ്പ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്, എന്താണ് അങ്ങയെക്കുറിച്ചുള്ള ഇഷ്ടം, ഞാൻ എവിടേക്കാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക, ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിങ്ങളെ ദൈവം അതിന് ബലപ്പെടുത്തട്ടെ. ആത്മാവിൽ സ്വർഗീയ തലങ്ങളിലേക്ക് നിങ്ങൾ എടുക്കപ്പെടട്ടെ. നിങ്ങളിൽ ചിലർ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം നിങ്ങൾക്കത് നൽകിത്തരട്ടെ. ഹല്ലേലൂയ. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. നിങ്ങൾ അതിനു വേണ്ടി മുട്ടുന്നെങ്കിൽ ഹല്ലേലൂയ. മെസ്സേജ് ചെയ്യുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ആരെല്ലാമാണോ അങ്ങനെ ഒരു അനുഭവം വേണം, എനിക്കും സ്വർഗീയ തലങ്ങളിലേക്ക് എടുക്കപ്പെടണം, സ്വർഗീയ സ്ഥലങ്ങൾ കാണണം, ദൂതന്മാരെ കാണണം, എന്നെയും കർത്താവ് ചില അസൈൻമെൻറ്റുകൾ ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഇപ്പോൾ അങ്ങനെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സൂമിനകത്ത് അങ്ങനെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന മുഴുവൻ മക്കളും, യൂട്യൂബിൽ എന്നെ കാണുന്നവരിൽ അങ്ങനെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന മക്കളുണ്ടപ്പ. ഇപ്പോൾ അവരുടെ മേൽ സ്വർഗത്തിൻ്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ, അവർക്ക് ദർശനങ്ങൾ ഉണ്ടാകട്ടെ, സ്വർഗീയ തലങ്ങളിലേക്ക് പ്രിയമക്കൾ എടുക്കപ്പെടട്ടെ. അവിടെ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കട്ടെ കർത്താവെ. ഹാനോക്കിനെ പോലെ ചിലത് ആത്മതലങ്ങളിൽ ദൈവത്തോടു കൂടെ നടന്ന് കണ്ട് സ്വർഗീയ തലങ്ങളിൽ എടുക്കപ്പെട്ട് ഹല്ലേലൂയ വലിയ കാര്യങ്ങൾ ഈ നാളുകൾ ചെയ്യുവാൻ ഒരു ഹാനോക്ക് ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ എൻകൗണ്ടറുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവെ. ആഗ്രഹിക്കുന്നവരെ ദൈവം ഇപ്പോൾ തൊടണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊരു ചെറിയ കുഞ്ഞിനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ താണിരിക്കുകയും ചെയ്യുമെങ്കിൽ കർത്താവ് ഇത് പഠിപ്പിച്ചു തരും കേട്ടോ. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാനുണ്ടല്ലോ, ഈ ഒരു റിലീജിയസ് സിസ്റ്റത്തിനകത്ത് കിടക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. മതം നമ്മുടെ അകത്ത് പിടിച്ചിട്ട് അതിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ വഴികൾ അറിയാനോ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഒന്നും കഴിയത്തില്ല. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരു ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ കോളേജിൽ ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് ബൈബിൾ കോളേജിലേക്ക് ചേർന്ന് കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത്. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് വളരെ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യങ്ങളൊന്നും ഒരിക്കലും എനിക്ക് സംസാരിക്കാനും കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്തെന്നെ പഠിപ്പിക്കുന്നോ അതാണ് എൻ്റെ ഹൃദയത്തിൽ എഴുതുന്നത്. ഹൃദയത്തിൽ എഴുതുന്നത് മാത്രമേ ആധാരം കൊണ്ട് സംസാരിക്കാൻ ഒരു മനുഷ്യന് കഴിയത്തുള്ളൂ. കാണാതെ പഠിച്ച് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതാർക്കും മനസ്സിലാകത്തുമില്ല. അപ്പോൾ ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഒരു തിയോളജി ബേസ്ഡ് ആയിട്ടുള്ള നോളജ് അല്ല എനിക്ക് വേണ്ടത്, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഇരുന്ന് തരിക. സ്വർഗത്തിൻ്റെ തലങ്ങളിലേക്ക് എനിക്ക് കയറി വരണം. എൻ്റെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെടണം. എൻ്റെ അപ്പൻ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ കുടുംബം കാണണം. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്തുള്ള വ്യക്തികളുടെ കണ്ണും തുറക്കണം കർത്താവേ. അതിനുവേണ്ടി എന്നെ ബലപ്പെടുത്തണം. സ്വർഗീയ ജ്ഞാനത്തെ എനിക്ക് നൽകിത്തരണം. അങ്ങയുടെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ട് വരേണ്ടതിന്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. ഓരോരുത്തരെയും അതിന് ഒരുക്കട്ടെ. അപ്പോൾ നമ്മൾ വായിച്ചതുപോലെ, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ,
നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. ഹീബ്രു 10:7 നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുസ്തക ചുരുളിലെല്ലാം എഴുതിയിരിക്കുന്നത് നിങ്ങളും ഞാനും ചെയ്യേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്തേ മതിയാകൂ. ഞാൻ എപ്പോഴും പറയും, കർത്താവേ, ഞാൻ എത്രയോ വൈകിപ്പോയി മനസ്സിലാക്കാനായിട്ട്. കുറച്ചും കൂടി മുന്നേ അറിഞ്ഞെങ്കിൽ അത്രയും നേരത്തെ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ന് ഞാൻ പറയാറുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെതായ സമയമുണ്ട് സഹോദരങ്ങളെ. ആ സമയത്ത് നിങ്ങളെ എന്നെയും ദൈവം അറിയിച്ചു. ഇനി നമുക്കിങ്ങനെ ഈ ഒരു ലെവലിൽ അറിഞ്ഞാൽ പോരാ. ആത്മാവിൽ ആഴത്തിൽ ചില കാര്യങ്ങൾ ഗ്രഹിക്കണം. സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകണം. അവിടെയുള്ള കാര്യങ്ങളെ കാണണം, ഗ്രഹിക്കണം. ഹല്ലേലൂയ. ആഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കണ്ണിലെ ഈ ലോകത്തിലുള്ള ആ മറയെല്ലാം പോകട്ടെ. പൗലൂസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോലെ ആ കണ്ണിൽ മൂടിക്കിടന്ന മുഴുവൻ മതത്തിൻ്റെ അവസ്ഥകൾ അതെല്ലാം മാറിപ്പോകാൻ, ആ ചെതുമ്പൽ പോലെ വീണു പോയപ്പോൾ അതെല്ലാം ചിലത് ലോകത്തിൻ്റേത് ചെതുമ്പൽ പോലെ നീങ്ങിപ്പോകട്ടെ. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചെതുമ്പൽ പോലെ നീങ്ങിപ്പോകട്ടെ. ആത്മാവിൻ്റെ അകത്തെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. എന്താണ് സ്വർഗമെന്ന് അറിയാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, അപ്പം ഹെവൻലി ജെറുസലേം അങ്ങനാണ് ഇരിക്കുന്നത്, അതൊക്കെ വരുമെന്ന് പറയുന്നുണ്ടല്ലോ, അലങ്കരിച്ച മണവാട്ടിയെ പോലെയൊക്കെ ഇറങ്ങിയാണല്ലോ വരുന്നത്, ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ഒത്തിരി ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഗാഢനിദ്ര പോലെ അങ്ങ് വന്നു. പെട്ടെന്ന് ദൈവം ഒരു വിഷൻ കാണിച്ചു. ഒറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ. അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് കെട്ടിടമൊക്കെ പണിയുന്നവർക്കറിയാം, പ്ലാൻ വരയ്ക്കുന്നവർക്ക്. ഒരു ബിൽഡിങ്ങിന് എലിവേഷൻ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, അങ്ങനെ പല വ്യൂ ഉണ്ട്. നമ്മൾ വീട് വെച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങൾക്ക് എത്ര എൻജിനീയേഴ്സിനൊക്കെയാണ് അത് അറിയാമെന്നുള്ളത്. പല വ്യൂവിൽ നിന്ന് ഒരു കെട്ടിടം അവർ വരയ്ക്കും. ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ്, സൈഡ് വ്യൂവിൽ കൂടെ നോക്കി എങ്ങനെ ഇരിക്കും, ടോപ്പിൽ നിന്ന് നോക്കി എങ്ങനെ ഇരിക്കും, അല്ലേ? ഹല്ലേലൂയ. അപ്പം അതുപോലെ ദൈവം എന്നെ ഒരു വ്യൂ അങ്ങ് കാണിച്ചു. ഹല്ലേലൂയ. ആ ഒരു വ്യൂ കൊണ്ട് തന്നെ എനിക്കെല്ലാം മതിയായി. ഹല്ലേലൂയ. പിന്നെ ഞാൻ കർത്താവിനോടൊന്നും ചോദിച്ചിട്ടില്ല. സോ എനിക്കത് ആ ഒരു സ്വർഗീയ ജെറുസലേം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്ന ഒന്നല്ല. ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ഗോൾഡൻ സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ, വേറെ ഒന്നും അതിനകത്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും കർത്താവ് നമ്മളെ കാണിക്കും. ഹല്ലേലൂയ. അത് വളരെ മനോഹരമാണ്. അതിൽ ഉണ്ടാകുന്ന പ്രകാശം എന്ന് പറയുന്നത് സിംഹാസനത്തിൽ നിന്ന് വരുന്ന ഒരു പ്രകാശമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അതിലില്ല. ഹല്ലേലൂയ. ഒരു വലിയ സിംഹാസനത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് ആ സിറ്റി മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പോലെ. ഹല്ലേലൂയ. അങ്ങനെയാണത്. വളരെ മനോഹരമാണ്. ഇത് അത്രയും മനോഹരമാണ് സ്വർഗീയ ജെറുസലേം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, അപ്പാ എനിക്കതൊക്കെ കാണണം. ഹല്ലേലൂയ. അതെനിക്കൊന്നങ്ങ് കാണിച്ച് തരണേ അപ്പാ. അതൊക്കെ കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. യോഹന്നാൻ കണ്ടതുപോലെ, ഹല്ലേലൂയ, പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതുപോലെ, ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ ഈ നാളുകളിൽ സ്വർഗീയ തലങ്ങളിലേക്ക് എടുക്കപ്പെടണം. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനകൾ കാണണം. അവരെന്തൊക്കെ അവിടെ ചെയ്യുന്നതെന്ന് കാണണം. ഹല്ലേലൂയ. അതിനെല്ലാം ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറന്നു തരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ ഒത്തിരി കാര്യങ്ങളൂടെ പറയണമെന്ന് വിചാരിച്ചതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള. അത് അടുത്ത എപ്പിസോഡിലൂടെ ഞാൻ പറയാം. ഇതെല്ലാം ദൈവം എന്നെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്ന എന്തിനാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. യേശു പറയുന്ന പോലെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം, എൻ്റെ ഭക്ഷണം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയാണെന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. ഉച്ചയ്ക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് ദൈവ ഇഷ്ടം, വൈകുന്നേരം ദൈവ ഇഷ്ടം. അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടെ കാണണം. രാവിലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അത് ചെയ്യണം. ഉച്ചയ്ക്ക് എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് ചെയ്യാം. വൈകുന്നേരം എന്താ പദ്ധതി അത് ചെയ്യാം. രാത്രി എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ അത് ചെയ്യാം. രാത്രി പ്രാർത്ഥിക്കാനാണോ കർത്താവേ? ഞാൻ റെഡിയാണ്. എന്തൊക്കെയാ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ഓരോ നിമിഷം പോലും പാഴാക്കല്ലേ സഹോദരങ്ങളെ. പാഴാക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് അന്ത്യകാലമാകുന്നു, അന്ത്യനാഴികയാകുന്നു. നമുക്ക് സമയം കളയാനായിട്ടില്ല.
ഓരോ നിമിഷവും നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ളവരാണ്. ഹല്ലേലൂയ. ഒരു നിമിഷത്തിൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ 2 വാക്ക് പറയുമ്പോഴായിരിക്കും ഒരു ഭവനം സ്വതന്ത്രമാകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അയ്യോ എനിക്കൊന്നിനും കഴിയത്തില്ലല്ലോ, എന്ത് പ്രാർത്ഥിക്കാനാണ്, എന്ത് ചെയ്യാനാണ്, അങ്ങനൊന്നുമല്ല. നിങ്ങൾ പറയുന്നതിനകത്ത് അന്യഭാഷയിലൂടെ ചിലപ്പോൾ ഒരു ദേശമായിരിക്കും സ്വതന്ത്രമാകുന്നത്. ഹല്ലേലൂയ. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളത് വ്യാഖ്യാനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും അത് മനസ്സിലാകാത്തത്. ഞാൻ ഈ അന്യഭാഷ പറയുന്നതിനിടയിൽ പല രാജ്യങ്ങളുടെയും പേരെൻ്റെ നാവിലൂടെ വരുന്നത് എനിക്കറിയാം. പല വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആരാണോ എനിക്കറിയത്തില്ലായിരിക്കും. പക്ഷെ പലരും പിന്നീടൊക്കെ വിളിക്കുമ്പോഴും ഫോൺ കോൾ വരുമ്പോഴും അല്ലെങ്കിൽ അമൃത സിസ്റ്റർ ഇങ്ങനാണെന്നൊക്കെ പറയുമ്പോഴായിരിക്കും എനിക്ക് അവരെ മനസ്സിലാകുന്നത്. അല്ലല്ലേ? എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ പേരുകൾ എൻ്റെ നാവിലൂടെ വന്നതായിരിക്കും. അത്രത്തോളം ഇതിനകത്ത് പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത്, നമ്മൾ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നതിനകത്ത്, നമ്മളൊരു വചനം നമ്മുടെ നാവിലൂടെ ഉച്ചരിച്ച് പറയുന്നതിനകത്ത് അത്രയും പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ഒന്നും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ അരമണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വെറുതെ അല്ല. ഇപ്പോൾ 1.5 മണിക്കൂർ നിങ്ങൾ സൂം മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്തു, അത് ഒരിക്കലും പാഴല്ല. ഹല്ലേലൂയ. കർത്താവ് പല കാര്യങ്ങളും ആത്മമണ്ഡലത്തിൽ ചെയ്തെടുക്കുവാണ് ആ സമയത്ത്. ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒന്നിച്ച് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എന്തെല്ലാമാണോ ആത്മമണ്ഡലത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്നത് അതെല്ലാം മാറണം. അന്യഭാഷ ലഭിക്കാത്തവർക്കും അന്യഭാഷ എന്ത് ചെയ്യണം? ലഭിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. എനിക്കിതുവരെ അന്യഭാഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ജോയിൻ ചെയ്ത സാജു ഇസാഖ് എന്ന് പറയുന്ന ആ സഹോദരൻ നമ്മളോട് തൻ്റെ സാക്ഷ്യം പറഞ്ഞല്ലോ. തനിക്ക് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു അന്യഭാഷ ആദ്യമായി ലഭിച്ചത്. കുറച്ച് വാക്കുകളെ തനിക്ക് ലഭിച്ചുള്ളൂ. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കുറച്ച് വാക്കോ ഒരു അക്ഷരമോ എന്തോ ആവട്ടെ, അന്യഭാഷ ലഭിക്കുക എന്ന് പറഞ്ഞതിന് വലിയൊരു കാര്യമല്ലേ. ഇനി ആത്മാവിൻ്റെ അടുത്ത തലങ്ങളിൽ കയറണമെന്നുള്ളവർ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം ഏത് നിമിഷവും നിങ്ങൾക്കത് പകർന്നു തരും. ഹല്ലേലൂയ. ഒന്നിച്ചിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. കർത്താവേ, എൻ്റെ ആത്മമണ്ഡലത്തിൻ്റെ അതിരുകൾ വിശാലമാകണം. അടുത്ത തലങ്ങളിലേക്ക് എനിക്ക് കയറി വരണം. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്തെല്ലാമാണോ നിങ്ങളുടെ ഭാരങ്ങൾ, വിഷയങ്ങൾ, ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റിനകത്ത് ഇട്ടവരുണ്ട്. ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല, അതിനെ ഗ്രഹിക്കാൻ മനസ്സിലാകുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നു, ക്ഷീണമാണ്, ഭാരങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാറ്റിനും കൂടെ ചേർത്ത് നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവേ നന്ദി അപ്പാ. നന്ദി കർത്താവേ, നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഞങ്ങൾ അല്പസമയം ഒന്നിച്ച് കർത്താവേ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിനകത്ത് ഈ കമൻറ്റ് ബോക്സിനകത്ത് എന്തെല്ലാം വിഷയങ്ങളാണോ ടൈപ്പ് ചെയ്ത് ഇട്ടേക്കുന്നത്, ഞങ്ങൾ അവർക്ക് ആ വിഷയങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഓഫീസ് മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. ജോലിയിലുള്ള സ്ട്രഗിൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഒരു ജോലി കയറ്റം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കടപ്പാരത്തിൻ്റെ ഞെരുക്കത്തിൽ കൂടി കടന്നുപോയി കർത്താവേ, അതിൽ ഒത്തിരി ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഇപ്പോൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിലായിരിക്കുന്ന അന്യഭാഷ ഇല്ലാത്തവരുടെ വിഷയങ്ങളും കൂടെ പരിശുദ്ധാത്മാവെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ. ഇതിന് ഒത്തിരി പേർക്ക് അന്യഭാഷ ഇല്ല, പക്ഷെ അത് സാരമില്ല, നമ്മളുണ്ടല്ലോ, നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഇതിനകത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ നിങ്ങൾ ഭാരപ്പെടരുത്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ചേർന്നിരുന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആളോ ഇപ്പുറത്തിരിക്കുന്ന ആളോ നിങ്ങളുടെ വിഷയം അറിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയം അറിയുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് കൂടി ദൈവം പരിഹാരം അയക്കും. പുതിയ ഭാഷകൾ ലഭിക്കാൻ വേണ്ടിയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിലെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേർ കടത്താൽ ഭാരപ്പെടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വിൽക്കാനുള്ള ചില പ്രോപ്പർട്ടികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. വിളിയിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് ചിലർ കയറി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒരു 15 മിനിറ്റേ നമുക്കുള്ളൂ, അത്രയും മതിയാവും. നമ്മൾ ഒന്നിച്ച് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കഴിയുന്നവർക്കെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്.
ഓ ഹാലലുയ കർത്താവേ, ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. റബല ഹസ്ബോ റനാലഹദ് ബേ റബോന ലേഗശമന റഹൽ ഹസ്ബറോ നലാഹദ് ബറോ റിഖന ലേഗസമന റെം തര റബന ലേഗസറു ഖല റഹദ് ബര റെനെ ലേഗെ റിഗാന ലേഗസമനം ഥര റബന ലേ ഷോറോ നോലോ ഹദ് ബറോ ലബഷ് ബറോ ലഹദ് ബര ലേ സോറോ നഹോല ഹസ്ബാര നേലെ ഹദ് ബര ഓ റബോല റേഖൽ സറോഖല റഹദ് ബരോ റിബന ലേഗശമന റേഖാല ദർശദോ റഖന ലഹദ് ബരോ റബല ഓ ലേ ശറോ നലഹദ് ബരോ ലഗഷ് ബരോ നേലെ രാഖോല ശറോഖല റഹദ് ബരോ റിബന ലേ ഷോർഗാന ലേഹദ് ബരോ ലഗഷ് ബരോ ലഹദ് ബര ലേ ഷോറന ലഹദ് ബരോ ലബസ് ബരോ നലേഹദ് ബര ലേ ഷോറോ നോ ലേഹദ് ബരോ ശമന റിഹന ലേ ഷോറന ലഹദ് ബരോ ശമന ഓ സോറോ നാലഹദ് ബോ റബോന ലേഗശമന റെൻ ഥര റബന ലേഗശമന റിഹന ലഹദ് ബരോ ലേ ഷോറഹ ലഹദ് ബരോ ലബന റേ തോരെ ലേ ഷോറന ലഹദ് ബരോ ശമന റിഹൽ സബര റെൻ ഥര റിബന ലബഷ്മന ലഹദ് ബര ലോ ഷേറെ നേലഹദ് ബരോ സമന. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ഓരോ ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന മക്കളുടെ മേൽ ദൈവപ്രവൃത്തി ഇറങ്ങി വരട്ടെ. യൂട്യൂബിൽ എന്നെ കാണുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ഓ ലാക്കും ലാക്കും റബാൽ ബര നോ ലേ സാറോ ഖല റെൻ സറ ഖോലോ റെൻ ഥര റബന ലേഗശമന റിഹന ലേ ഷറോ ഖാനോ തോ റേ ബെ നെ ലേഗശറോ ഖല റഹദ് ബര ലേ ഷോറ ഖാന ലേ ഖസ് ബരോ നെ ലേ സാറോ നലഹദ് ബരോ ശമന റഹന ഓ ലാ ഷോറെ ഖേനെ ലഹദ് ബരോ റബന ലേഗശമന റെൻ ഥേര റിബന ബലസമന റിഹൻ ഹല സറോ ഖല റഹദ് ബരെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ ബാരാനാലോ സെഖേറിഗാന ബാലസമന ഏ ബാര ലഗോറ ബലാന സേഖാർ ബലാന ഹുദ് ബര ലബശബര ഏ സാറോ നാലോ ഹസ്ബോ റബാന ലേഖേ റബന ഏ ല സോറോ ഖന ലഹദ് ബരോ നലേ ശറോ ഖല റെൻ തര ബന ലേഗ സമന റിഹൻ ഹല സറോ ഖന ലഹദ് ബര ലേ ഷോർ ഖാന ബാല സമന റിഹൻ ഹല സറോ ഖല റെൻ തര റബന ലേഗ ശമന റഹന ലഹദ് ബരോ ലബസ് ബരോ നലഹദ് ബര ലേ ഷേർ ഗന ലഹദ് ബരോ ലബശമന റിഹന ലേഹദ് ബരോ ലേ ഷോർ ഖാന ലഹദ് ബരോ ലബശബര റിഹന ലേഖ ശറോ ഖല റഹദ് ബരോ റബന ലേഗ ശമന റേഖേ നദാര ശമന റിഗന ലേഹദ് ബരോ റബൽ സബരോ ലഹദ് ബരോ ലേഖദ് ബരോ നലേ ശറോ ഖല റഹദ് ബരോ ലിബശബരോ ലഹദ് ബര ലേ ഷോർ നാലഹദ് ബരോ ലബശമന റിഗന ലഹദ് ബര അരേ ഖാന ദീര റിബന ലബശബരോ ലഹദ് ബരോ റബാന ലേഗ ശമന ഓ റബോ ലസേരെ ഖന ലഹദ് ബരോ റബശബര ലഹദ് ബര ലേഗ ശബര ലഹദ് ബരോ ശമന റിഗന ലഹദ് ബരോ ലേ ബസാറോ ഖാല റഹദ് ബരെ റബോ നലേ ഗശമന ഓ ലേ ഖർ ബന ലേ ഗർ ബന ലേ ഖർ ബന ലേ ഖർ സബര ഓ ല ഷോറെ ഖേനെ ലേഹദ് ബരോ ലബശബര ലേ ഷോർ ഖാന ലേഹദ് ബരോ ലഗഷ് ബരോ ലഹദ് ബര ലേ സോറെ നെ ലേഹദ് ബരോ ലബശ് ബരോ ലഹദ് ബര ലേ ഗശ ബരോ ലഹദ് ബരോ ലബസ് ബരോ നലേഹദ് ബा मेरे ने सेरे खाना ला सरो खाना लहद बरो ला सोरा खाना लाहद बरो लबश बा ले तोरे गेने लागश बरो लहद बरा ले सरो खाना लहद बरो लबश मना रिखना ले खर बलो सरो खला रहद बरो रिखना ले हसे रोन दे रबना ले गशारों दे रे बारक सेना बलो खा सेरे ओ ला सोरो खाना लहद बरो लबश बरा ले तोरे गना लगस बरो लहद बरो ले गसमना ले खोरा गना ल सरो खला रहद बरो रबना लाखो सरो खला रहद बरो ला बशबरो नाम थोरे ओ सारा रे गे ने ले से केरा नाला रंग थोरो ले गे सबरा लहद बरो ले शोरा गो नाल सबरा लहद बरा ले सरो खाना लहद बरा ओ ले शोर खाना लहद बरो कल सोर खाना ले के दारे ओ ला बशबरा लहद बरा बल से रे के नाल सारे ओ सारा रा रे रे के ने ले से रे खानो ले हद बारा ले खा सारे ओ लगार सारे रिबा नाल सानो धारा रे बा नाल संते रे गे नाले ओला शारो के ने लाहद बारा ने ल शिखारा बनाले ओला शारो खाना दार शथोर गान सामाना दो ओला गशानो धारा री बनाल सानो तेरे बना ओला शोरा को नाल सरो खलारो तेरे ओला शरगाल दरवश मना रिगना बाल से ने रादो बना ओला शारो ने ले हद बोरा बनालो शेरे खानो ले से दारा दारा रा बनालो से केरानो लेके दे रे सारे आलो से केरानो ले खदबारो ले शारो खेले दे रे ओल शारो नालो हदबोरा बनालो से के बारक सेना राबोला सोरे के नाल सारे दारा ला हो सारो नाले हसोरानो लेके बारा नालो से केरानो लेके सारा नाले
o la shore che nale saro nele se rantora riba la sara rekane o saro le kere rabal sara se re thara le gatsaro ne o le shabarakone le karano le sere ha sara rakona se o saro rekene ala shorekena la toda la kasara se ole sharo le karano le saro kene ola sharo ne le hasore nal sare ola sharo ne le sore kanal sare bara kone le sekere al shorekena le se aral sore kenal saro kere lag sharo le karabore kala sere arunal sarunal hasore kenal alo sharo nele hatbore o sarana la kosere harudara le sore kena o sarare nalu hasuro hale ala shore kenal sharo reke alo sharo nalu hatbore o la shorana le kasara de o la shore ke nal sara tore ge nal se o sore ke na la shore ke na o la sharo te bar se rahe o la sharo ne le sare kharu dara le o la sharo bar sano re ke lar se barana le ga barana lu se bara se ra ga la sore khane o la so barano le ora sho barana le ora shore kenala se o sare kenalo se kere aro shore kenala se alo shoro konala se o sare barona hal sharo nele she ar saro tere se ore bara lo sora hala shere rosere hala shoro le sare aro bara nalo seke rabona halo rabanale o sore kanale o la shoro konale sare se ore labanaro halo re kanare o la sharo nal se ora labanare hal shoro kene dere la sore o sore ke nalo se kerane la sore kenale o le she alo shere hatore kenale o le sharo nele hatbore sere o saranale o le sharanare o le sharo ke tere kenal se o rashara ke lo seri kanare o le dere re 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 o le sare o se dil se aro lashe aro dara le saro kole se o rabala sere o le shararare o le sharareke o le shararete o sararare o le shara tere o le sharo nele o le shara neke o le shara leke o sararare o le sharo tere o le sharo hede o sarare khele o le shara kere o le sharo tere o le sharo khele o le sharo nele o le sharo tere o le sharo tere o le sharo tere o le sharo reke bar sara reke o barabar sane bal shekerano le sara khole se o sararare o sararare o le shona dere o sera khole se o sarara dere o sere kala serena lo hese o taradare o la sharonele o sara helena hese o le share o sarara rene o le shara kele o le shara dere o la sara nale o sarara rakena tore kala se o la bashare kela se
asera tore ole hese ore lashe o serako nala sharako bara nale serako nala sere o sarara reke o la shora nale ho serene o la shara nale dere sare o la sharo nele o shara nale ke o la sharo nele he sere kanalo e sarato reke laso o barana le se o rakana le sere kanalo saro ke barana dere o la sharake o la sharake o la sharake o sara tere o la sharake o sara tere o la khase reke nam tarage ne se o rabala share re sanalo hese o darala leke rabana se neke bar lakko se me rantarana le se roke nan tere nam barale se ke nam tere lak sabare hosenam hosena tera la sekhera bare sa lokum se barana lokoro tere nala sekhara barane tere logom ke bara logo sekhere barano ge saro ke bara roke nele se barana sekhara la roke bara sekhara no lege saro ne 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 ola sekhara la rontara se rabana lase. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാതെ സൂമിൽ നേരിട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഐഡിയും പാസ്വേഡ് ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചയും 7:30 മുതൽ 9 മണി വരെയാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.